ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയുടെ വേക്കൻസീസ് കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസ് നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ ALP പരീക്ഷയുടെ വേക്കൻസീസ് കൂട്ടിയതുകൊണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയുമായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇവിടെ ഇരിക്കുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുള്ള വേക്കൻസീസിന്റെ ചാർട്ടാണ്. ഇപ്പോൾ ഇവിടെ RRB, ഓരോ RRBയും അത് ഏത് സോണിലാണെന്നും ഓരോ സോണിന് എത്ര വേക്കൻസി ആണെന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചാർട്ട് ഒറിജിനൽ നോട്ടിഫിക്കേഷന്റെ 18ാമത്തെ പേജിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഞാൻ കാണിച്ചിരിക്കുന്നത് സദേൺ റെയിൽവേ എന്ന് പറയുന്ന സോണിനകത്തുള്ള 2 RRBs ആണ്, ചെന്നൈ RRBയും ട്രിവാൻഡ്രം RRBയും. അതിനകത്തുള്ള വേക്കൻസീസ് ആണ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നു. നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ളത് സദേൺ റെയിൽവേയിൽ ഈ 2 RRBസിന്റെ കീഴിലായതുകൊണ്ടാണ് ഞാൻ ഇത് എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്താണ് ഈ RRB, എന്താണ് സോൺ എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. RRB എന്ന് പറയുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ്. 21 RRBs ഉണ്ട്. സോൺ എന്ന് പറയുന്നത് 16 ഫങ്ഷണൽ ആയിട്ടുള്ള 17ഓളം സോണുകളാണ് നിലവിൽ റെയിൽവേയുടെ കീഴിൽ ഉള്ളത്. ഒരു എക്സാമ്പിൾ ഇവിടെ എടുത്തു നോക്കുക. ഭോപ്പാൽ എന്ന് പറയുന്ന RRB, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, അതിന്റെ കീഴിലുള്ള ഒഴിവുകളെ 2 സോണിലേക്കായിട്ടാണ്, വെസ്റ്റേൺ സെൻട്രൽ റെയിൽവേ എന്ന് പറയുന്ന സോണിലേക്കും വെസ്റ്റേൺ റെയിൽവേ എന്ന് പറയുന്ന സോണിലേക്കായിട്ടാണ് RRB എന്ത് ചെയ്യുന്നത്, ഭോപ്പാൽ RRB റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു RRBയുടെ കീഴിൽ ഡിഫറെന്റ് സോൺസ് വരാം. ബിലാസ്പൂർ എന്ന് പറയുന്ന RRBയുടെ കീഴിലും ഡിഫറെന്റ് സോൺസ് ഉണ്ട്. സെൻട്രൽ റെയിൽവേ എന്ന് പറയുന്ന സോണും ഉണ്ട്, സൗത്ത് ഈസ്റ്റേൺ സെൻട്രൽ റെയിൽവേ എന്ന് പറയുന്ന ഒരു സോണും ഉണ്ട്. ഇതേപോലെ തന്നെ സദേൺ റെയിൽവേ സോണിനകത്ത് വരുന്ന 2 RRBs ആണ്, ഒന്ന് ചെന്നൈ RRBയും ഒന്ന് ട്രിവാൻഡ്രം RRBയും. ചെന്നൈ RRB നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 148 ഒഴിവുകൾ അവിടെ കാണാൻ സാധിക്കും. ട്രിവാൻഡ്രം RRB നോക്കിക്കഴിഞ്ഞാൽ 70 ഒഴിവുകൾ അവിടെ കാണാൻ സാധിക്കും. ഈ 15 ഒഴിവുകൾ എക്സ് സർവീസ്മാനും 7 ഒഴിവുകൾ എക്സ് സർവീസ്മാൻ ആയതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. പിള്ളേർക്ക് ജനറലി നമ്മുടെ കുട്ടികൾ അപ്ലൈ ചെയ്യുന്നത് ഈ 148ഉം ഈ 70ഉം. അപ്പോൾ ഈ 2 സോണുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 2 RRBയിലുള്ള വേക്കൻസീസ് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 218 ഒഴിവുകൾ വരും. ഈ 218 ഒഴിവുകൾ ഏത് സോണിലാണുള്ളത്? സദേൺ റെയിൽവേയുടെ സോണിനകത്താണുള്ളത്. ഇനി ഇത് നോക്കാം. സദേൺ റെയിൽവേയുടെ ഈ 218 ഒഴിവുകൾ എത്രയായിട്ട് മാറി? 726 ഒഴിവുകളായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ നിലവിലെ ഒഴിവുകൾ 3 ഇരട്ടിയിലധികമായിട്ട് മാറി എന്ന് വേണം കണക്കൂട്ടാൻ. അതേപോലെ തന്നെ ടോട്ടൽ വേക്കൻസീസ് 5696 വേക്കൻസീസ് ഉണ്ടായിരുന്നത് എത്രയായിട്ട് മാറി? 18,799 വേക്കൻസീസ് ആയിട്ട് മാറി. വേക്കൻസീസ് മാറാത്ത സോണുകളും ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ 76 വേക്കൻസിയാണ് ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴും എത്രയേ ഉള്ളൂ? 76 തന്നെ ഉള്ളൂ. എന്നാൽ ഒട്ടുമിക്ക സോണുകളിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്? വേക്കൻസിയിലും മാറ്റം വന്നിട്ടുണ്ട്. ഓൾ ടുഗദർ വേക്കൻസി 3 ഇരട്ടിയിലധികമായിട്ട് മാറിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ? എന്താണ് ഇതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ഇത് RRB പബ്ലിഷ് ചെയ്തിട്ടുള്ള നോട്ടീസാണ്. അവിടെ അഗൈൻ ഇതേ കാര്യം തന്നെ അവർ പറയുന്നുണ്ട്. 5696 വേക്കൻസി എന്നുള്ളത് 18,799 വേക്കൻസീസ് ആയിട്ട് മാറി. ആരുടെ റിക്വസ്റ്റ് പ്രകാരം? സോണൽ റെയിൽവേസ് അഡീഷണൽ വേക്കൻസീസ് വേണം, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഡിമാൻഡ് ഉണ്ട് ALPക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്തു? വേക്കൻസീസ് കൂട്ടിയെന്നാണ് പറയുന്നത്. ആൻഡ് ആ നോട്ടീസിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റി വിൽ ഓൾസോ ബി ഗിവൺ ടു എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് ടു റിവൈസ് ദ ചോയ്സ് ഓഫ് RRB വൺസ് ഡീറ്റെയിൽസ് ആർ പബ്ലിഷ്ഡ്. എന്ന് പറഞ്ഞാൽ ഈ പുതുക്കിയ വേക്കൻസി 18,799 ഏതൊക്കെ RRBയിൽ എത്രത്തോളം വേക്കൻസി ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു നോട്ടീസ് കൂടെ RRB പുറത്തുവിടാൻ സാധ്യതയുണ്ട്. ആ നോട്ടീസ് വന്നതിന് ശേഷം നിലവിൽ അപ്ലൈ ചെയ്തിട്ടുള്ള എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സിന് അവരുടെ ചോയ്സ് ഓഫ് RRB മാറ്റാനുള്ള അവസരം കൊടുക്കും എന്ന് RRB 19/6/2024 പബ്ലിഷ് ചെയ്തിട്ടുള്ള നോട്ടീസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് എന്ന് അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പുതിയ അപ്ലിക്കേഷൻസ് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തിയിട്ടില്ല. നിലവിൽ ALP അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾ, നിലവിൽ ALP എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ചോയ്സ് ഓഫ് RRB മാറ്റാനുള്ള അവസരമുണ്ട്. ഇപ്പം നേരത്തെ കണ്ട ഈ നോട്ടീസിനകത്ത് സോൺ വൈസ് ആണ് വേക്കൻസി കൊടുത്തിട്ടുള്ളത്. സദേൺ റെയിൽവേയിൽ 2 RRB ഉണ്ട്, നമ്മൾ ഓൾറെഡി കണ്ടു. ചെന്നൈയും ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്. അപ്പോൾ ആ ഓരോ RRBയിലും എത്രത്തോളം വേക്കൻസി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു ലിസ്റ്റ് നമ്മുടെ കൈവശം നിലവിൽ ഇല്ല. അപ്പോൾ ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ചോയ്സ് ഓഫ് RRBs മാറ്റാൻ പറ്റും. ഇതിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒന്ന്,
എക്സിസ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്കാണ് അവസരം എന്ന് നോട്ടീസിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്ലിക്കേഷൻസ് പുതിയത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ആര് പറഞ്ഞിട്ടില്ല? RRB നോട്ടീസിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ RRB പുതിയ അപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കുട്ടികളുടെ അവസരം 3 ഇരട്ടിയായിട്ട് കൂടി. 5696 വേക്കൻസിയിലേക്കാണ് പരീക്ഷ എഴുതുന്നത് എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വേക്കൻസി എത്രയായിട്ട് മാറി? 12799 നിങ്ങൾ ലിസ്റ്റിനകത്ത് വരാനുള്ള സാധ്യത, ഒഴിവുകൾ 3 ഇരട്ടി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാധ്യതയും അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യും. 2, ഈ എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സിന് ഇങ്ങനെ ഒരു ചോയ്സ് റിവൈസ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? പ്രോസസ്സ് കുറച്ചുകൂടെ ലാഗ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ചോയ്സുകൾ മാറ്റിക്കൊടുത്ത് അതിന് കൺഫർമേഷനൊക്കെ കൊടുത്ത് പുതിയ എക്സാമിൻ്റെ ഡേറ്റ് ഇടേണ്ടി വരും. അപ്പോൾ നിലവിലെ ടെൻറ്റേറ്റീവ് കലണ്ടർ പ്രകാരം ജൂൺ ജൂലൈ മാസത്തിനകത്താണ് CBT 1 നടത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ. അത് കുറച്ചുകൂടെ നീണ്ടു പോകാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിലുണ്ട്. അപ്പോൾ ഒഴിവ് കുറവാണെന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കുന്ന കുട്ടികൾക്ക് ഒഴിവ് കൂടുകയും എക്സാം ജൂൺ ജൂലൈ മാസത്തിലാണ്, ഇനി സമയമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ സമയം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ അവസരം നിങ്ങൾ എന്ത് ചെയ്യുക? മുതലാക്കുക, നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കുക. ഇതുപോലുള്ള നോട്ടീസും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രധാനപ്പെട്ട ന്യൂസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.